നമ്മൾ ഇന്ന് കാണുന്ന അബുദാബി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ അത്ഭുതങ്ങളിൽ ഒന്നാണ്. ചുട്ടുപൊള്ളുന്ന മണലാരണ്യത്തിൽ നിന്നും ആകാശം മുട്ടി നിൽക്കുന്ന കെട്ടിടങ്ങളിലേക്കും ലോകത്തെ തന്നെ നിയന്ത്രിക്കാൻ കഴിവുള്ള സാമ്പത്തിക ശക്തിയിലേക്കുമുള്ള അവരുടെ വളർച്ചയ്ക്ക് വെറും ഒരു നൂറ്റാണ്ടിൻ്റെ ചരിത്രം മാത്രമേ ഉള്ളൂ. ഇന്നത്തെ അബുദാബി എന്ന് പറയുന്നത് വെറുമൊരു നഗരമല്ല, അതൊരു വലിയ ഗ്ലോബൽ ഫണ്ടാണ്. അവരുടെ ഇന്നത്തെ സമ്പത്ത് എന്ന് പറയുന്നത് ഏകദേശം $1.5 ട്രില്യൺ മുകളിലാണ്. അവിടുത്തെ ഓരോ പൗരനും ശരാശരി $1.3 മില്യൺ സമ്പാദ്യമുണ്ട്. അതായത് ആ രാജ്യം ഇനി ഒരിക്കലും ദരിദ്രരാകില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും അവർക്കിന്ന് നിക്ഷേപങ്ങളുണ്ട്. എന്നാൽ ഇതിനെല്ലാം പിന്നിൽ അൽ നഹ്യാൻ എന്ന ഒരൊറ്റ രാജകുടുംബമാണ്. ലോകത്ത് മറ്റൊരു രാജകുടുംബത്തിനും അവകാശപ്പെടാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു ചരിത്രമാണ് അവർക്കുള്ളത്. ചതിയുടെയും സ്വന്തം ചോരയിൽ പിറന്നവരെ കൊന്നൊടുക്കിയതിൻ്റെയും വലിയ സാമ്പത്തിക തകർച്ചകളുടെയും അതിനുശേഷമുള്ള ഒരു ഫീനിക്സ് പക്ഷിയെ പോലെയുള്ള ഉയർത്തെഴുന്നേൽപ്പിൻ്റെയും വളരെ രക്തരൂക്ഷിതമായിട്ടുള്ള ചരിത്രം. ഈ ചരിത്രം തുടങ്ങുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള അറേബ്യൻ മരുഭൂമിയിൽ നിന്നാണ്. ഭൂമിയിലെ തന്നെ ഏറ്റവും കഠിനമായിട്ടുള്ള സ്ഥലങ്ങളിൽ ഒന്നായിരുന്നു പണ്ടത്തെ അറേബ്യൻ മരുഭൂമി. സ്വർണത്തേക്കാൾ വില വെള്ളത്തിനുണ്ടായിരുന്ന ഒരു കാലം. അന്ന് ഈ മരുഭൂമിയുടെ തെക്ക് ഭാഗത്തുള്ള ലിവ എന്നൊരു ചെറിയ പച്ചപ്പുള്ള സ്ഥലത്ത് ബനിയാസ് എന്ന പേരുള്ള കുറച്ച് നാടോടികളായിട്ടുള്ള അറബികൾ എങ്ങനെയൊക്കെയോ ജീവൻ നിലനിർത്താൻ വേണ്ടി കഷ്ടപ്പെടുകയായിരുന്നു. അങ്ങനെയിരിക്കെ 1761 ദിയാബ് ബിൻ ഈസ എന്നൊരു യുവാവ് ഒരു മാനിനെ പിന്തുടർന്ന് പോവുകയും തീർത്തും വരണ്ട ഒരു ദ്വീപിലെ അത്ഭുതമെന്നോണം കുറച്ച് ശുദ്ധജലം കണ്ടെത്തുകയും ചെയ്തു. ആ സ്ഥലത്തിന് അവർ അബുദാബി എന്ന് പേരിട്ടു. അറബിയിൽ അതിനർത്ഥം മാനിന്റെ പിതാവ് എന്നാണ്. വളരെ പെട്ടെന്ന് തന്നെ ആ സ്ഥലം അവരുടെ കോട്ടയായിട്ട് മാറി. ഹസർ അൽ ഹോസൻ എന്നൊരു വലിയ മൺകോട്ട അവർ അവിടെ പണിതുയർത്തി. അതായിരുന്നു അവരുടെ പുതിയ സാമ്രാജ്യത്തിൻ്റെ തുടക്കം. പക്ഷേ അധികാരത്തിന് വേണ്ടി സ്വന്തം സഹോദരങ്ങളെയും ബന്ധുക്കളെയും വരെ കൊന്നൊടുക്കുന്ന ഒരു രീതിയായിരുന്നു അന്ന് അവർക്കിടയിൽ ഉണ്ടായിരുന്നത്. 1850-കളായപ്പോഴേക്കും ഈ പ്രശ്നങ്ങൾ അതിൻ്റെ പാരമ്യത്തിൽ എത്തിയിരുന്നു. അന്ന് അവിടെ ഭരിച്ചിരുന്ന സയ്യിദ് ബിൻ തഹ്നൂൻ എന്ന ഭരണാധികാരിയെ ചോദ്യം ചെയ്തതിൻ്റെ പേരിൽ ഒരു ഗോത്രത്തലവനെ അയാൾ ക്രൂരമായിട്ട് കൊലപ്പെടുത്തി. ഇതിൽ പ്രകോപിതരായിട്ടുള്ള ബാക്കിയുള്ളവർ പിറ്റേന്ന് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് തന്നെ സയ്യിദിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കി. അന്ന് ആ ഭരണാധികാര കസേരയിലേക്ക് അവർ ഒരു യുവാവിനെ തെരഞ്ഞെടുത്തു. അയാളുടെ പേരായിരുന്നു സായിദ് ബിൻ ഖലീഫ അഥവാ സായിദ് ദി ഗ്രേറ്റ്. വെറും 10-ാമത്തെ വയസ്സിൽ സ്വന്തം അച്ഛൻ ഒരു വിരുന്നിനിടയിൽ വെച്ച് കൊല്ലപ്പെടുന്നത് കണ്ടാണ് സായിദ് ബിൻ ഖലീഫ വളർന്നത്. അതുകൊണ്ട് തന്നെ മരുഭൂമിയിലെ നിയമങ്ങൾ അയാൾക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. ഒന്നെങ്കിൽ ശത്രുവിനെ ആദ്യം കൊല്ലുക, അല്ലെങ്കിൽ മരിക്കുക. വളരെ മികച്ച ഒരു പോരാളിയായിരുന്ന സായിദിനെ വെറും 20-ാമത്തെ വയസ്സിലാണ്, അതായത് 1855-ലാണ് അബുദാബിയുടെ ഭരണാധികാരിയായിട്ട് തെരഞ്ഞെടുക്കുന്നത്. അധികാരം കിട്ടിയ ഉടനെ അദ്ദേഹം വളരെ തന്ത്രപരമായിട്ട് ചുറ്റുമുള്ള വലിയ ഗോത്രങ്ങളുമായിട്ട് വിവാഹബന്ധങ്ങൾ ഉണ്ടാക്കുകയും ശത്രുക്കളെ സ്വന്തക്കാരാക്കി മാറ്റുകയും ചെയ്തു. 1879 ആയപ്പോഴേക്കും ലിവ മുതൽ ഒമാന്റെ അതിർത്തി വരെയുള്ള വലിയൊരു പ്രദേശം അദ്ദേഹം തൻ്റെ കാൽക്കീഴിലാക്കി. എന്നാൽ ആ സമയത്താണ് ബ്രിട്ടീഷ് സാമ്രാജ്യം ലോകം മുഴുവൻ കീഴടക്കിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഒറ്റക്ക് നിന്നാൽ ബ്രിട്ടീഷുകാർ തങ്ങളെ ഇല്ലാതാക്കുമെന്ന് മനസ്സിലാക്കിയിട്ടുള്ള അദ്ദേഹം അവരുമായിട്ട് 1892 ഒരു പ്രത്യേക കരാറുണ്ടാക്കി. ബ്രിട്ടീഷുകാർ അവർക്ക് സുരക്ഷ നൽകുമ്പോൾ പകരം വിദേശകാര്യങ്ങളിൽ അവർ ഇടപെടില്ല എന്നതായിരുന്നു ആ കരാർ. ഇതോടെ അബുദാബിക്ക് വലിയൊരു സുരക്ഷ ലഭിച്ചു. ബ്രിട്ടീഷ് സംരക്ഷണം ലഭിച്ചതോടെ അബുദാബിയുടെ സാമ്പത്തിക നില മെച്ചപ്പെട്ടു. ആ കാലത്ത് കടലിന്റെ അടിയിൽ 40 അടിയോളം താഴ്ചയിൽ പോയി ശ്വാസം അടക്കി പിടിച്ച് മുത്തുകൾ വാരിയെടുക്കുന്നതായിരുന്നു അവരുടെ പ്രധാന ജോലി എന്ന് പറയുന്നത്. അബുദാബിയുടെ കയ്യിൽ മാത്രം അന്ന് 800-ഓളം ബോട്ടുകളും 1000-കണക്കിന് തൊഴിലാളികളും ഉണ്ടായിരുന്നു. ആ മുത്തുകൾ ബോംബെയിലേക്കും പാരീസിലേക്കും ലണ്ടനിലേക്കും വരെ അവർ കയറ്റി അയച്ചു. വർഷത്തിൽ ഏകദേശം 60,000 പൗണ്ട് വരെ അന്ന് അവരുടെ ഖജനാവിലേക്ക് എത്തിയിരുന്നു. പല ചിതറിക്കിടന്ന ഗോത്രങ്ങളെ അദ്ദേഹം ഒരുമിപ്പിച്ച് വലിയൊരു സാമ്രാജ്യമാക്കി മാറ്റി. എന്നാൽ 1909 മെയ് 18 തൻ്റെ 74-ാമത്തെ വയസ്സിൽ സായിദ് ദ ഗ്രേറ്റ് മരണപ്പെട്ടു. അതോടെ അബുദാബിയുടെ സുവർണകാലം തൽക്കാലത്തേക്ക് അവസാനിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ മരണശേഷം വീണ്ടും അധികാരത്തിന് വേണ്ടി മക്കൾ തമ്മിൽ തല്ലുകൂടാൻ തുടങ്ങി. മൂത്ത മകനായിട്ടുള്ള ഖലീഫ സിംഹാസനം വേണ്ടെന്ന് വെച്ചു. കാരണം ഈ അധികാരത്തിന് വേണ്ടി കുടുംബത്തിൽ നടക്കുന്ന ചോരപ്പുഴകൾ കണ്ട് അയാൾ മടുത്തിരുന്നു. പിന്നീട് 2-ാമത്തെ മകനായിട്ടുള്ള തഹ്നൂന് അധികാരത്തിൽ വന്നു. പോളിയോ ബാധിച്ച് ശരീരം തളർന്ന അയാൾ 1912 മരണപ്പെട്ടു. പിന്നീട് 3-ാമത്തെ മകനായിട്ടുള്ള ഹംദാന് അധികാരത്തിൽ വന്നു. അദ്ദേഹം ജനങ്ങൾക്കിടയിൽ വളരെ പ്രിയപ്പെട്ടവനായിരുന്നു. എന്നാൽ 1922 ഹംദാന്റെ ഇളയ സഹോദരങ്ങളായിട്ടുള്ള സുൽത്താനും സഹറും ചേർന്ന് രാത്രിയിൽ കോട്ടയിൽ കയറി ഉറങ്ങിക്കിടക്കുകയായിരുന്ന ഹംദാനെ ക്രൂരമായിട്ട് കൊലപ്പെടുത്തി. സുൽത്താൻ അബുദാബിയുടെ പുതിയ ഭരണാധികാരിയായിട്ട് മാറി.
അധികാരം പിടിച്ചെടുത്ത സുൽത്താനെ പക്ഷെ നേരിടേണ്ടി വന്നത് വലിയൊരു സാമ്പത്തിക തകർച്ചയായിരുന്നു. ആ സമയത്താണ് ജപ്പാനിൽ കുക്കുചി മിക്കിമോട്ടോ എന്നൊരു ശാസ്ത്രജ്ഞനെ കൃത്രിമമായിട്ട് വളരെ വിലക്കുറവിൽ മുത്തുകൾ ഉണ്ടാക്കാൻ തുടങ്ങിയത്. 1920-കളായപ്പോഴേക്കും ഇത്തരം ജാപ്പനീസ് മുത്തുകൾ ലോകം മുഴുവൻ വ്യാപിച്ചു. അതോടെ അബുദാബിയുടെ മുത്ത് വ്യാപാരം പൂർണ്ണമായിട്ടും തകർന്നു. കപ്പലുകൾ തീരത്ത് കിടന്ന് നശിച്ചു. ജനങ്ങൾ പട്ടിണിയിലായി. ഒരിക്കൽ പണം നിറഞ്ഞു കവിഞ്ഞിരുന്ന ഖജനാവ് കാലിയായി. ഈ ദാരിദ്ര്യത്തിനിടയിലും അധികാരത്തിന് വേണ്ടിയിട്ടുള്ള ചതി അവിടെ തുടർന്നുകൊണ്ടേയിരുന്നു. 1926-ൽ സുൽത്താൻ തന്റെ അർദ്ധ സഹോദരനായിട്ടുള്ള സഹറിനെ ഒരു അത്താഴത്തിനായിട്ട് കോട്ടയിലേക്ക് ക്ഷണിച്ചു. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ സഹർ തന്റെ കയ്യിലുണ്ടായിരുന്ന തോക്കെടുത്ത് സുൽത്താനെ വെടിവെച്ചു കൊന്നു. ഒപ്പമുണ്ടായിരുന്ന സുൽത്താന്റെ ചെറിയ മകനായിട്ടുള്ള ഖാലിദിനും വെടിയേറ്റു. എങ്കിലും അവൻ അവിടെ നിന്നും ജീവനം കൊണ്ട് രക്ഷപ്പെട്ടു. അങ്ങനെ സഹർ ഭരണം പിടിച്ചെടുത്തു. അതൊരു ഭയപ്പെടുത്തുന്ന ഭരണമായിരുന്നു. ആരെയും അയാൾക്ക് വിശ്വാസമില്ലായിരുന്നു. എന്നാൽ 1928-ൽ നേരത്തെ അധികാരം വേണ്ടെന്ന് വെച്ച് മാറി നിന്ന മൂത്ത സഹോദരനായിട്ടുള്ള ഖലീഫ ഒരു വലിയ സൈന്യവുമായി വന്ന് കോട്ട വളയുകയും സഹറിനെ വലിച്ചഴിച്ച് കൊണ്ടുപോയി മണലാരണ്യത്തിൽ വെച്ച് വെടിവെച്ച് കൊല്ലുകയും ചെയ്തു. അൽ നഹ്യാൻ കുടുംബം അധികാരത്തിന് വേണ്ടി പരസ്പരം കൊന്നൊടുക്കി പൂർണ്ണമായിട്ടും ഇല്ലാതാകും എന്ന അവസ്ഥയിലെത്തി കാര്യങ്ങൾ. ആ സമയത്താണ് ആരും പ്രതീക്ഷിക്കാത്ത ഒരാള് ഈ കൊലപാതക പരമ്പരകൾക്ക് അവസാനം കുറിക്കുന്നത്. കൊല്ലപ്പെട്ട സുൽത്താന്റെ ഭാര്യയായിരുന്ന സലാമ ബിന്ത് ബുട്ടി എന്ന ധീരയായിട്ടുള്ള ഒരു സ്ത്രീ തന്റെ ഭർത്താവിനെ സ്വന്തം സഹോദരൻ തന്നെ കൊലപ്പെടുത്തുന്നത് അവർക്ക് നേരിട്ട് കാണേണ്ടി വന്നു. ഇനി ഈ രക്തച്ചൊരിച്ചിൽ തുടരാൻ പാടില്ല എന്ന് അവരെ തീരുമാനിച്ചു. അവർ തന്റെ ബാക്കിയുള്ള 4 മക്കളെയും വിളിച്ച് ഖുർആൻ സാക്ഷിയാക്കിയിട്ട് ഒരു സത്യം ചെയ്യിപ്പിച്ചു. ഇനി മേലാൽ ഒരു സഹോദരനും മറ്റൊരു സഹോദരനെതിരെ ആയുധം എടുക്കില്ല എന്നതായിരുന്നു ആ സത്യം. ആ ഒറ്റ തീരുമാനമാണ് അൽ നഹ്യാൻ രാജവംശത്തെ വലിയൊരു തകർച്ചയിൽ നിന്നും രക്ഷിച്ചത്. ഈ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം സലാമയുടെ മൂത്ത മകനായിട്ടുള്ള ഷഹ്ബൂത്ത് ബിൻ സുൽത്താൻ വെറും 23-ാമത്തെ വയസ്സിൽ അധികാരത്തിൽ വന്നു. ദാരിദ്ര്യവും കൊലപാതകങ്ങളും കണ്ട് വളർന്നതുകൊണ്ടാകാം പണത്തിന്റെ കാര്യത്തിൽ വളരെ പിശുക്കനായിട്ടുള്ള ഒരാളായിരുന്നു അദ്ദേഹം. കിട്ടുന്ന പണം മുഴുവൻ അദ്ദേഹം കോട്ടക്കുള്ളിലെ ഇരുമ്പ് പെട്ടികളിൽ സൂക്ഷിച്ചു വെച്ചു. ആ സമയത്താണ് ലോകത്ത് എണ്ണ പരിവേഷണങ്ങൾ സജീവമാകുന്നത്. 1939-ൽ ഷഹബൂത്ത് ബ്രിട്ടീഷുകാരുമായിട്ട് എണ്ണ പരിവേഷണത്തിനുള്ള ഒരു കരാർ ഒപ്പിട്ടു. തുടർച്ചയായിട്ട് പലവട്ടം പരാജയപ്പെട്ടെങ്കിലും അവസാന പ്രതീക്ഷയും അസ്തമിച്ച ഒരു ഘട്ടത്തിൽ ഷെഫ് എന്ന കടൽ പ്രദേശത്ത് അവർ വലിയൊരു എണ്ണ നിക്ഷേപം കണ്ടെത്തി. അതൊരു ചരിത്ര നിമിഷമായിരുന്നു. 1962-ൽ ആദ്യത്തെ എണ്ണക്കപ്പൽ അബുദാബിയിൽ നിന്നും യാത്ര തിരിച്ചു. ഇതോടെ അവർക്ക് ചിന്തിക്കാൻ കഴിയുന്നതിലും അപ്പുറം പണം വന്നു തുടങ്ങി. എന്നാൽ ഷഹബൂത്ത് ഈ പണമൊന്നും ജനങ്ങൾക്കോ നാടിന്റെ വികസനത്തിനോ വേണ്ടി ചെലവാക്കാൻ തയ്യാറായില്ല. വികസന പ്രവർത്തനങ്ങൾ എന്ന് കേൾക്കുന്നത് തന്നെ അദ്ദേഹത്തിന് ഇഷ്ടമില്ലായിരുന്നു. ബാങ്കുകളുടെ പ്രവർത്തനം അദ്ദേഹം തടഞ്ഞു. ആശുപത്രികളോ സ്കൂളുകളോ നല്ല റോഡുകളോ ഒന്നും അദ്ദേഹം നിർമ്മിച്ചില്ല. പണം എപ്പോഴും ബാക്കിയുണ്ടാകില്ല എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ന്യായം. ഇത് കണ്ട അദ്ദേഹത്തിന്റെ ഇളയ സഹോദരനായിട്ടുള്ള സായിദ് ബിൻ സുൽത്താനെ ഇതിനെതിരെ രംഗത്ത് വന്നു. അദ്ദേഹം അന്ന് അല്ലൈൻ പ്രദേശത്തിന്റെ ഗവർണറായിരുന്നു. പണമൊന്നും ഇല്ലാതിരുന്നിട്ടും അവിടെ അദ്ദേഹം സ്കൂളുകളും ആശുപത്രികളും നിർമ്മിച്ച് ജനങ്ങൾക്ക് പ്രിയപ്പെട്ടവനായിട്ട് മാറിയിരുന്നു. ഷഹബൂത്തിന്റെ ഈ പിഷ്ക് നാടിനെ നശിപ്പിക്കുമെന്ന് മനസ്സിലാക്കിയിട്ടുള്ള സായിദ് 1966 ആഗസ്റ്റ് 6-ന് ബ്രിട്ടീഷുകാരുടെ സഹായത്തോടെ രക്തരഹിതമായിട്ടുള്ള ഒരു സൈനിക അട്ടിമറിയിലൂടെ അബുദാബിയുടെ പുതിയ ഭരണാധികാരിയായിട്ട് മാറി. ഷഹബൂത്ത് യാതൊരു എതിർപ്പും കൂടാതെ ബഹ്റൈനിലേക്കും പിന്നീട് ബെയ്റൂട്ടിലേക്കും നാടുവിടുകയും ചെയ്തു. അധികാരത്തിൽ വന്ന ഉടനെ തന്നെ സായിദ് വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു. ഖജനാവിലിരുന്ന പണം മുഴുവൻ അദ്ദേഹം ജനങ്ങളുടെ ക്ഷേമത്തിനായിട്ട് ചെലവാക്കി തുടങ്ങി. ഒരൊറ്റ മാസം കൊണ്ട് $70 മില്യൺ വികസന പദ്ധതികൾ അദ്ദേഹം പ്രഖ്യാപിച്ചു. ജനങ്ങൾക്ക് സൗജന്യമായിട്ട് ഭൂമിയും വിദ്യാഭ്യാസവും ആരോഗ്യ സേവനങ്ങളും നൽകി. ശുദ്ധജല പ്ലാന്റുകളും റോഡുകളും എയർപോർട്ടുകളും നിർമ്മിച്ചു. വെറുമൊരു മരുഭൂമിയെ അദ്ദേഹം വളരെ വേഗത്തിൽ ഒരു ആധുനിക നഗരമാക്കിയിട്ട് മാറ്റാൻ തുടങ്ങി. എന്നാൽ ആ സമയത്താണ് അപ്രതീക്ഷിതമായിട്ട് 1968-ൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഹാരോൾഡ് വിൽസൺ ഒരു വലിയ പ്രഖ്യാപനം നടത്തുന്നത്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം 1971 അവസാനത്തോടെ ബ്രിട്ടീഷ് സൈന്യം പൂർണ്ണമായിട്ടും ഗൾഫിൽ നിന്ന് പിന്മാറുന്നു എന്നതായിരുന്നു അത്. കഴിഞ്ഞ 150 വർഷമായിട്ട് തങ്ങൾക്ക് സംരക്ഷണം നൽകിയിരുന്ന ബ്രിട്ടീഷ് സൈന്യം പോയി കഴിഞ്ഞാൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന് സായിദിന് മനസ്സിലായി. സൗദി അറേബ്യയും ഇറാനും എപ്പോൾ വേണമെങ്കിലും തങ്ങളെ ആക്രമിക്കാം. ഇത് കേട്ട ഉടനെ ഒരു രാത്രി സായിദ് ദുബായിലെ ഭരണാധികാരിയായിട്ടുള്ള ഷെയ്ഖ് റാഷിദ് ബിൻ സയ്യിദ് അൽ മക്തൂമിനെ രഹസ്യമായിട്ട് പോയി കണ്ടു. ബ്രിട്ടീഷുകാർ പോയാൽ നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കുന്നത് അപകടമാണെന്നും അതുകൊണ്ട് നമ്മൾ ചെറിയ രാജ്യങ്ങൾ എല്ലാം ഒന്നിക്കണമെന്നും അദ്ദേഹം റാഷിദിനോട് പറഞ്ഞു. റാഷിദ് അത് സമ്മതിച്ചു. അതായിരുന്നു ഇന്നത്തെ യുടെ യഥാർത്ഥ തുടക്കം എന്ന് പറയുന്നത്. തുടർന്ന് ബാക്കിയുള്ള ചെറിയ എമിറേറ്റുകളുമായിട്ട് അവർ ചർച്ചകൾ നടത്തി. ആദ്യം ബഹ്റൈനും ഖത്തറും കൂടെ ഉണ്ടായിരുന്നു എങ്കിലും പിന്നീട് അവർ പിന്മാറി.
ഒടുവിൽ 1971 ഡിസംബർ 2-ന് 6 എമിറേറ്റുകൾ ചേർന്ന് ഐക്യ അറബ് എമിറേറ്റ്സ് അഥവാ UAE രൂപീകൃതമായി. അബുദാബിയെ രാജ്യത്തിന്റെ സ്ഥിരം തലസ്ഥാനമായിട്ട് പ്രഖ്യാപിച്ചു. സായിദ് UAEയുടെ പ്രസിഡന്റും റാഷിദ് വൈസ് പ്രസിഡന്റുമായിട്ട് മാറി. എന്നാൽ പുതിയതായിട്ട് രൂപീകരിച്ച ആ രാജ്യത്തിന്റെ തുടക്കം ഒട്ടും എളുപ്പമായിരുന്നില്ല എന്നുള്ളതാണ്. UAE രൂപീകരിക്കുന്നതിന് തൊട്ടു മുമ്പ്, അതായത് നവംബർ 30-ന് ഇറാൻ പട്ടാളം ഷാർജയുടെയും റാസൽ ഖൈമയുടെയും കീഴിലായിരുന്ന അബു മൂസ, ഗ്രേറ്റർ ടുൺബ്, ലെസ്റ്റർ ടുൺബ് എന്നീ ദ്വീപുകൾ ആക്രമിച്ച് കീഴടക്കി. ഇതൊരു വലിയ മുന്നറിയിപ്പായിരുന്നു. ഒരു കേന്ദ്രീകൃത സൈന്യമോ സാമ്പത്തിക ഭദ്രതയോ ഇല്ലാത്ത ഈ പുതിയ രാജ്യം നിലനിൽക്കണമെങ്കിൽ അബുദാബിയുടെ കയ്യിലുള്ള പണം മറ്റ് ദരിദ്രമായിട്ടുള്ള എമിറേറ്റുകൾക്ക് കൂടി നൽകി അവരെയും ഒപ്പം നിർത്തണമെന്ന് സായിദ് മനസ്സിലാക്കി. അദ്ദേഹം സ്വന്തം ചിലവിൽ മറ്റ് എമിറേറ്റുകളിൽ റോഡുകളും ആശുപത്രികളും പവർ സ്റ്റേഷനുകളും നിർമ്മിച്ചു. അബുദാബി ആ രാജ്യത്തിന്റെ മുഴുവൻ ബാങ്കറായിട്ട് മാറി. ഇതിനിടയിലാണ് 1973-ൽ യോം കിപ്പൂർ യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നത്. ഇസ്രായേലും അറബ് രാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധം. ഇസ്രായേലിനെ സഹായിക്കുന്ന അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾക്ക് ഇനി എണ്ണ നൽകില്ല എന്ന് ഒപെക് രാജ്യങ്ങൾ തീരുമാനിച്ചു. അതൊരു വലിയ ആയുധമായിരുന്നു. അബുദാബിയും സൗദിയും അടക്കമുള്ള രാജ്യങ്ങൾ എണ്ണ ഉൽപ്പാദനം വെട്ടിക്കുറച്ചു. ഇതോടെ വെറും $3 ഉണ്ടായിരുന്ന ഒരു ബാരൽ എണ്ണയുടെ വില മാസങ്ങൾക്കുള്ളിൽ $12 കുതിച്ചുയർന്നു. അബുദാബിയിലേക്ക് പണം ഒരു മലവെള്ളപ്പാച്ചിൽ പോലെ ഒഴുകിയെത്തി. ഈ പണം ഉപയോഗിച്ചിട്ട് സായിദ് രാജ്യത്തെ വലിയൊരു വികസനത്തിലേക്ക് നയിച്ചു. 5 വർഷം കൊണ്ട് രാജ്യത്തിന്റെ GDP 300% വളർന്നത്. എന്നാൽ ഇതിനിടയിലും അതിർത്തി പ്രശ്നങ്ങൾ അവരെ അലട്ടിയിരുന്നു. സൗദി അറേബ്യ അബുദാബിയുടെ തെക്കൻ ഭാഗത്തുള്ള സറാറ എന്ന് പറയുന്ന വലിയൊരു എണ്ണപ്പഴം സ്വന്തമാക്കാൻ ശ്രമിച്ചു. മറ്റൊരു യുദ്ധം താങ്ങാൻ UAEക്ക് കഴിയില്ല എന്ന് മനസ്സിലാക്കിയ സായിദ് 1974 സൗദി രാജാവ് ഫൈസലുമായിട്ട് ജിദ്ദയിൽ വെച്ച് ഒരു കരാറുണ്ടാക്കി. അല്ലൈന് ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ UAEയുടെ ഭാഗമായിട്ട് സൗദി അംഗീകരിക്കുന്നതിന് പകരം ആ വലിയ എണ്ണപ്പാടം അദ്ദേഹം സൗദിക്ക് വിട്ടുകൊടുത്തു. സമാധാനത്തിന് വേണ്ടി എണ്ണ പകരമായിട്ട് നൽകിയ ഒരു വലിയ തീരുമാനമായിരുന്നു അത്. ഈ വലിയ സാമ്പത്തിക വളർച്ചയുടെ കാലത്തും സായിദ് ദീർഘവീക്ഷണമുള്ളവനായിരുന്നു. എണ്ണ എന്തെങ്കിലും തീർന്നു പോകുമെന്നും ഈ പണം എക്കാലത്തും ഉണ്ടാകില്ലെന്നും അദ്ദേഹം തിരിച്ചറിയും. അതിനായിട്ട് 1976-ൽ അദ്ദേഹം അബുദാബി ഇൻവെസ്റ്റ്മെന്റ് അഥവാ ADIA എന്നൊരു സോവറിൻ വെൽത്ത് ഫണ്ട് രൂപീകരിച്ചു. മിച്ചം വരുന്ന പണം മുഴുവൻ അദ്ദേഹം ലോകത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് നിക്ഷേപിക്കാൻ തുടങ്ങി. ഭാവിയിൽ രാജ്യം തകർന്നു പോകാതിരിക്കാൻ വേണ്ടിയായിരുന്നു ഇത്. അദ്ദേഹം ഭയന്നതുപോലെ തന്നെ 1980-കളിൽ എണ്ണവില $10 താഴേക്ക് കുത്തനെ ഇടിഞ്ഞു. അബുദാബിയുടെ വരുമാനം 70% കുറഞ്ഞു. വലിയ പ്രതിസന്ധിയുടെ കാലമായിരുന്നു അത്. പല വികസന പ്രവർത്തനങ്ങളും നിർത്തിവെക്കേണ്ടി വന്നു. എന്നാൽ അദ്ദേഹം മുൻപ് നടത്തിയ നിക്ഷേപങ്ങളാണ് അന്ന് രാജ്യത്തെ വലിയൊരു തകർച്ചയിൽ നിന്നും രക്ഷിച്ചത്. പക്ഷേ ഏറ്റവും വലിയ സാമ്പത്തിക തിരിച്ചടി വരാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. 1970-കളിൽ ആഗ ഹസൻ അബേദി എന്നൊരു പാകിസ്ഥാനി ബാങ്കർ വലിയൊരു ഗ്ലോബൽ ബാങ്ക് തുടങ്ങാൻ സായിദിനെ സമീപിച്ചിരുന്നു. അദ്ദേഹത്തെ വിശ്വസിച്ച് സായിദ് $100 മില്യൺ ആ ബാങ്കിൽ നിക്ഷേപിച്ചു. അങ്ങനെ തുടങ്ങിയ ബാങ്ക് ഓഫ് ക്രെഡിറ്റ് ആൻഡ് കൊമേഴ്സ് ഇന്റർനാഷണൽ BCCI എന്ന സ്ഥാപനം 1980-കളായപ്പോഴേക്കും 73 രാജ്യങ്ങളിൽ ശാഖകളുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രൈവറ്റ് ബാങ്കുകളിൽ ഒന്നായിട്ട് മാറി. എന്നാൽ അതിനുള്ളിൽ നടന്നിരുന്നത് വലിയ തട്ടിപ്പുകളായിരുന്നു. കള്ളപ്പണം വെളുപ്പിക്കല്, മയക്കുമരുന്ന് മാഫിയകൾക്കും ആയുധ ഇടപാടുകാർക്കും പണം നൽകല് തുടങ്ങി ലോകത്തെ ഞെട്ടിക്കുന്ന തട്ടിപ്പുകൾ. ഒടുവിൽ 1991-ൽ ബ്രിട്ടനും അമേരിക്കയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഒരേ സമയം റെയ്ഡ് നടത്തി ഈ ബാങ്ക് പൂട്ടിച്ചു. ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ തട്ടിപ്പായിരുന്നത്. ഏകദേശം $13 ബില്യൺ തിരിമറികൾ. ഇതുവഴി അബുദാബിക്ക് മാത്രം നഷ്ടപ്പെട്ടത് ഏകദേശം $10 ബില്യൺ. സായിദിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക പരാജയവും വലിയൊരു നാണക്കേടുമായിരുന്നത്. ഒരു സ്വകാര്യ സ്ഥാപനം കാരണം ഒരു രാജ്യത്തിനുണ്ടാകുന്ന ഏറ്റവും വലിയ സാമ്പത്തിക നഷ്ടം. എങ്കിലും തങ്ങളുടെ കരുത്ത് വെച്ച് അബുദാബി ആ പ്രതിസന്ധിയെയും മറികടന്നു. നീണ്ട 38 വർഷത്തെ ഭരണത്തിന് ശേഷം 2004-ൽ തൻ്റെ 86-ാമത്തെ വയസ്സിൽ സായിദ് ബിൻ സുൽത്താൻ അന്തരിച്ചു. അതൊരു വലിയ വിയോഗമായിരുന്നു. രാജ്യമാകെ 40 ദിവസത്തോളം ഒഫീഷ്യലായിട്ടുള്ള ദുഃഖാചരണം പ്രഖ്യാപിച്ചു. തുടർന്ന് അദ്ദേഹത്തിന്റെ മൂത്ത മകൻ ഖലീഫ ബിൻ സായിദ് അബുദാബിയുടെ ഭരണാധികാരിയെയും UAEയുടെ പ്രസിഡന്റായിട്ടും അധികാരത്തിൽ വന്നു. സായിദ് ബാക്കി വെച്ചുപോയ ആ വലിയ സമ്പദ് വ്യവസ്ഥയെ അദ്ദേഹം കൂടുതൽ കരുത്തുറ്റതാക്കി. എന്നാൽ 2008-ൽ ലോകമാകെ വലിയൊരു സാമ്പത്തിക മാന്ദ്യം ഉണ്ടായപ്പോൾ UAEക്ക് വീണ്ടും വലിയൊരു പരീക്ഷണം നേരിടേണ്ടി വന്നു. ദുബായ് ആയിരുന്നു അന്ന് ഏറ്റവും വലിയ തകർച്ചയെ നേരിട്ടത്. റിയൽ എസ്റ്റേറ്റ് മേഖല പൂർണ്ണമായിട്ടും തകർന്നു. ബുർജ് ദുബായ്, പാം ജുമൈറ തുടങ്ങിയ വമ്പൻ പ്രൊജക്ടുകൾ കാരണം ദുബായിയുടെ കടം $80 ബില്യൺ മുകളിലായിരുന്നു. ലോകത്തെങ്ങും പണമില്ലാത്ത അവസ്ഥ വന്നപ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ എല്ലാം പാതി വഴിയിൽ നിലച്ചു.
ദുബായ് എന്ന രാജ്യം സാമ്പത്തികമായിട്ട് പൂർണ്ണമായിട്ടും തകർന്നടിയും എന്ന അവസ്ഥ വന്ന സമയത്ത് അബുദാബി വളരെ വേഗത്തിൽ ഇടപെട്ടു. 2009 ഫെബ്രുവരിയിൽ അബുദാബി $10 ബില്യൺ നൽകിയിട്ട് ദുബായിയെ രക്ഷിച്ചു. ഇതിന് പകരമായിട്ട് ദുബായിലെ പല പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളുടെയും ഷെയറുകൾ അബുദാബി സ്വന്തമാക്കി. ആ വലിയ സഹായത്തിനുള്ള നന്ദി സൂചകമായിട്ടാണ് അന്ന് പണിതുകൊണ്ടിരുന്ന ലോകത്തിലെ ഏറ്റവും വലിയ കെട്ടിടമായിട്ടുള്ള ബുർജ് ദുബായിയുടെ പേര് മാറ്റിയിട്ട് അബുദാബി ഭരണാധികാരിയോടുള്ള ആദരവായി ബുർജ് ഖലീഫ എന്നാക്കി മാറ്റിയത്. ആ ഒറ്റ സംഭവത്തോടെ ലോകത്തിനു മുന്നിൽ അബുദാബിയുടെ സാമ്പത്തിക കരുത്ത് ഒന്നുകൂടി തെളിയിക്കപ്പെട്ടു. അന്ന് 2026 എത്തി നിൽക്കുമ്പോൾ അബുദാബി ലോകത്തിലെ ഏറ്റവും സമ്പന്നമായിട്ടുള്ള നഗരങ്ങളിൽ ഒന്നാണ്. 1970കളിൽ സായുധ തുടങ്ങി വെച്ച ആ നിക്ഷേപങ്ങൾ ഇന്ന് വളർന്ന് $1.5 ട്രില്യൺ മുകളിലെ ഒരു വമ്പൻ ഫണ്ടായിട്ട് മാറിയിരിക്കുന്നു. ഇന്ന് എണ്ണയിൽ മാത്രം ആശ്രയിക്കാതെ പുനരുപയോഗ ഊർജം, ഏവിയേഷൻ, ടൂറിസം, സാങ്കേതികവിദ്യ എന്നീ മേഖലകളിലേക്ക് അവർ വലിയ തോതിൽ നിക്ഷേപം നടത്തുന്നുണ്ട്. ഇന്ന് UAE ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനാണ്. 2022 മുതൽ അദ്ദേഹമാണ് ഭരണം നിർവഹിക്കുന്നത്. ഒരു മുൻ ഫൈറ്റർ പൈലറ്റ് കൂടിയായ അദ്ദേഹം UAE സൈനികമായിട്ടുള്ള വലിയൊരു ശക്തിയാക്കി മാറ്റിയിട്ടുണ്ട്. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഭീഷണികളെ നേരിടാൻ വേണ്ടി അദ്ദേഹം വളരെ തന്ത്രപരമായിട്ട് പഴയ ശത്രുതകളൊക്കെ മറന്ന് ഇസ്രായേലുമായിട്ട് സഹകരിക്കാൻ തീരുമാനിച്ചു. അമേരിക്കയുടെ മധ്യസ്ഥതയിൽ 2020 ഒപ്പുവെച്ച അബ്രഹാം അക്കോർഡ്സ് വഴി ഇസ്രായേലുമായിട്ട് അവർ നയതന്ത്ര ബന്ധം സ്ഥാപിച്ചു. ഇത് മിഡിൽ ഈസ്റ്റിലെ തന്നെ രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറ്റിമറിച്ച ഒരു സംഭവമായിരുന്നു. 1 കോടിയിൽ താഴെ മാത്രം ജനസംഖ്യയുള്ള ഒരു രാജ്യം ഇന്ന് ലോകത്തിലെ വൻ ശക്തികൾക്കൊപ്പം തോളോട് തോൾ ചേർന്ന് നിൽക്കുന്നു. 2025 കണക്കുകൾ പ്രകാരം അവരുടെ GDP 5%, നോൺ ഓയിൽ സെക്ടർ 6.8% വളർച്ചയാണ് കാണിക്കുന്നത്. ഒരിക്കൽ കുടിവെള്ളത്തിന് വേണ്ടി കഷ്ടപ്പെട്ട ഒരു മാനിനെ പിന്തുടർന്നുപോയി വെറുമൊരു ദ്വീപിൽ അഭയം പ്രാപിച്ച ഒരു കൂട്ടം ആളുകളിൽ നിന്നും അധികാരത്തിനു വേണ്ടി സ്വന്തം ചോരയെ തന്നെ കൊന്നൊടുക്കിയ ഒരു ഇരുണ്ട ഭൂതകാലത്തിൽ നിന്നും ഇന്ന് കാണുന്ന ഈ നിലയിലേക്ക് അവർ വളർന്നത് ശരിക്കും അത്ഭുതപ്പെടുത്തുന്ന ഒരു കഥയാണ്. എണ്ണ എന്നൊരു വിഭവം മാത്രമല്ല, കൃത്യമായിട്ടുള്ള ബുദ്ധിയും ദീർഘവീക്ഷണവും പ്രതിസന്ധികളിൽ തളരാത്ത ഇച്ഛാശക്തിയും ഉണ്ടെങ്കിൽ ചുട്ടുപൊള്ളുന്ന ഒരു മരുഭൂമിയെ പോലും ലോകത്തിന്റെ നെറുകയിൽ എത്തിക്കാം എന്നതിന് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അൽ നഹ്യാൻ എന്ന ഈ രാജകുടുംബം. അവരുടെ കഥ ഇവിടെ അവസാനിക്കുന്നില്ല. ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന വലിയ പദ്ധതികളുമായിട്ട് അവർ ഇന്നും മുന്നോട്ട് കുതിക്കുകയാണ്.